നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. അങ്ങനെ നമ്മുടെ കർക്കിടകത്തിലെ രാമായണ മാസമൊക്കെ ആചരിച്ചു. നമ്മൾ പുണ്യത്തിന്റെ ശുദ്ധിയുടെ രാമന്റെ ശ്രീരാമ ഭഗവാന്റെ രാമചന്ദ്ര ഭഗവാന്റെ ഏറ്റവും അടുത്ത ആൾക്കാരായി നമ്മളെല്ലാം മാറിക്കഴിഞ്ഞു. ആ രാമായണ മാസത്തിന്റെ പുണ്യം കൊണ്ട് നമുക്ക് കുടുംബത്തിൽ ലഭിച്ച സുഹൃതം കൊണ്ട് നമ്മൾ ഏറ്റവും സന്തോഷകരമായി നിൽക്കുന്ന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ചിങ്ങമാസത്തിലെ ഓണം. അങ്ങനെയാണല്ലോ, നമ്മളൊരു പുണ്യം സമ്പാദിച്ചാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. അതാണ് അതിന്റെ കാരണം. അപ്പൊ അങ്ങനെ തിരുവോണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചിങ്ങമാസത്തിൽ ഓണം എന്ന് പറയുന്ന ഭഗവാൻ വാമനമൂർത്തിയെ പ്രത്യക്ഷമായിട്ട് പൂജ നടത്തി ആചരിക്കുന്ന മഹത്തരമായി നിൽക്കുന്ന ദിനത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും കടന്നു ചെല്ലുകയാണ്. സത്യത്തിൽ പല ആൾക്കാരും ആ ഓണത്തിന്റെ അന്ന് കേമായ സദ്യ കഴിച്ചു. ജാതി മത ഭേദമെന്നെ എല്ലാവരും ഓണം ആഘോഷിച്ചു, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു, ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. സന്തോഷകരമായ നിമിഷങ്ങളാണ് അത്. ഭഗവാൻ വാമനമൂർത്തി അതേ സന്തോഷത്തെ ഈ നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടി, ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകം മുഴുവൻ ആ സമൃദ്ധിയായി നിൽക്കുന്ന, സന്തോഷകരമായി നിൽക്കുന്ന ആ നിമിഷങ്ങളെ നമുക്ക് ദാനം നൽകുന്ന ആ മുഹൂർത്തമാണ് ശരിക്കും പറഞ്ഞ തിരുവോണം എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്ക് നമുക്ക് അതുപോലെ വരണം എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ അദ്ദേഹം വരുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളത് ഒരുക്കുകയാണ്. നമുക്ക് മാത്രമല്ല തിരുവോണം, നമ്മളിൽ വലിയവരും നമ്മളിൽ ചെറിയവരും പാവങ്ങൾക്കും എല്ലാവർക്കും ഓണങ്ങളുണ്ട്. അപ്പൊ ഒരു പുണ്യവും നിറഞ്ഞതും കൂടെയാണ്. സൽക്കർമ്മങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ശരിക്കും 10 ദിവസം ചെയ്യേണ്ടത്. അതല്ലേ 10 ദിവസം ഇടുന്ന പൂക്കളുടെ നിറം വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പൂവിട്ടൊക്കെ തുടങ്ങി. ഈ ഓണക്കാലം കൊണ്ട് നമ്മൾ മാത്രം സന്തോഷിക്കുക എന്നതിനേക്കാളുപരി നമ്മുടെ സന്തോഷത്തിൽ മറ്റുള്ളവരെയും കൂടി പങ്കു ചേർക്കുക എന്ന് പറഞ്ഞൊരു മഹത്തരമായ അവസ്ഥയുണ്ട്. ഓണക്കാലത്ത് പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഓണക്കാലത്ത് ഈ തിരുവോണത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ തിരുവോണ ദിവസമായിട്ട് നമുക്ക് മനസ്സിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ, അത് വസ്ത്രങ്ങളായിട്ടായാലും കുഴപ്പമില്ല, ഭക്ഷണങ്ങളായിട്ടായാലും കുഴപ്പമില്ല, അതായത് ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങളായിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഒരു ദാനധർമ്മം ചെയ്യുന്നത് ഈ തിരുവോണത്തിന്റെ മഹത്തരം ഒരു വർഷം നിങ്ങൾക്ക് നിലനിൽക്കാൻ വളരെ സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കണ്ണീര് കൊണ്ട് തുടക്കിയങ്ങളെ ചെയ്യണേ കൂടെ. അങ്ങനെ മഹത്തരമായി നിൽക്കുന്ന മറ്റൊരാളുടെ കണ്ണീര് കാണാൻ നമ്മൾ ശ്രമിക്കണം. ആർക്കും കണ്ണീരുണ്ടാവുമൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു സഹായങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ദേശാധിപതിയായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ആചാര്യന്മാരായി നിൽക്കുന്ന വ്യക്തികളുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്ന, നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആചാര്യന്മാർ ആരുമാണ്. ആ ആചാര്യന്മാർക്ക് ഒരു കോടി വസ്ത്രം ദാനമായി അദ്ദേഹത്തിന് കൊടുത്താൽ ആ കിട്ടുന്ന അനുഗ്രഹം അത് ഒരു വർഷമല്ല, വർഷങ്ങളോളം നിലനിൽക്കുന്ന ഭാഗ്യമാണ്. അത് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു ഭാഗ്യം. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി പൂജ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പുഷ്പാലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാരായാലും അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മൂന്നാമത്, നമ്മുടെ തൊട്ടടുത്ത് മഹാവിഷ്ണുവിന്റെയോ ശ്രീകൃഷ്ണന്റെയോ ശ്രീരാമന്റെയോ നരസിംഹത്തിന്റെയോ ദശാവതാരത്തിൽപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭഗവാന് ഒരു കോടി വസ്ത്രം, ഒരു ഉത്തരീയമാണെങ്കിലും മതി. അത് നിറമുള്ളതല്ല, വെളുത്ത നിറത്തിൽ തന്നെയുള്ള കോടി വസ്ത്രം തീർച്ചയായും ഉത്തരീയമാണെങ്കിലും അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് അതിഗംഭീരമാണ്. കാരണം എന്താ കാരണം വെച്ചാൽ ഭഗവാന് കൊടുക്കണം നമ്മൾ. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങളാണ്. ഉത്രാടത്തിന്റെ അന്ന്, തിരുവോണം പിറ്റേ ദിവസം ഉത്രാടത്തിന്റെ അന്ന് ഗുരുവായൂരൊക്കെ കാണാം ഉത്രാട കുല സമർപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു കൊല നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 12 കദളിപ്പഴമെങ്കിലും
ആ ഉത്രാടത്തിന്റെ അന്ന് ഭഗവാന് സമർപ്പിച്ച് ഒരു ഓണക്കോടി കൊടുക്കുക, ഒരു വസ്ത്രം കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് പഴം ഒരു കൊലയൊന്നും കൊടുക്കണ്ട, ഒരു പെടലാന്ന് ഓരോ സ്ഥലത്തും ഓരോ വാക്കായിരിക്കും പറയണേ. കുറെ കാകൾ കൂടിയ ആ ഒരു ഇത്, അതിനാണ് പെടലാന്ന് ഞങ്ങളുടെ ഇവിടെ പറയണം. മറ്റുള്ള സ്ഥലത്ത് വേറെ ഭാഷ ആയിരിക്കാം. അതെങ്കിലും അദ്ദേഹത്തിന് സമർപ്പിക്കാൻ തയ്യാറാകും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഓണക്കാലത്ത് 10 ദിവസവും രാവിലെയും വൈകുന്നേരവും വീട് അടിച്ചു വാരി തളിച്ച്, ചാണകവെള്ളം കൊണ്ട് തളിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം ഇല്ല തിരുമേനി എന്ന് പറയും. ചാണകം വേണമെന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു തുളസിപ്പൂ അതിനകത്ത് ഇട്ടിട്ട് ആ വെള്ളം, അതായത് എന്താ പറയണേ, ഗംഗയാണ് എന്ന് സങ്കല്പിച്ച് ഗംഗാ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പൂവം ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് തളിച്ചാൽ പോലും അത് ശുദ്ധമാണ്. അങ്ങനെ 2 നേരം വീട് അടിച്ചു വാരി തളിച്ച് നിലവിളക്ക് കൊളുത്തണം. കാരണം അതാ എന്തുകൊണ്ടാ, ദേവാദിദേവനായി നിൽക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ തന്നെ അവതാരമായി നിൽക്കുന്ന വാമനമൂർത്തി സൗഭാഗ്യങ്ങൾ നൽകാനായിട്ട് തിരുവോണ ദിവസം നമ്മുടെ കുടുംബത്തിലേക്ക് എഴുന്നള്ളുകയാണ്. ആ സൗഭാഗ്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ആ സൗഭാഗ്യം തരുന്ന ഭഗവാനെ വളരെ കേമമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് എന്താ പറയണേ, ആവാഹിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആഗമനത്തിനെ പുണ്യമായി കാണാൻ പരിസര ശുദ്ധി നിർബന്ധമായി ഉണ്ടാകണം. അതുപോലെ തന്നെ എപ്പോഴും അക്ഷരങ്ങളാണ് മന്ത്രങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 10 ദിവസമെങ്കിലും അനാവശ്യമായി നിൽക്കുന്ന വഴക്കുകളും കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കും. കാരണം അക്ഷരങ്ങളൊക്കെ മന്ത്രമായി, മോശമായ അക്ഷരമല്ല, അത് മന്ത്രമായി മാറും. അപ്പം വളരെ ഒരു സംസാരത്തിലൊക്കെ ഒരു എന്താ പറയണേ, നന്മയുണ്ടാക്കുന്നത് നല്ലതാണ്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, 2 നേരവും നാമജപം വേണം. നാമജപം നമ്മൾ വിചാരിക്കും നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താ, ആ നാമജപം കൊണ്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ നാമജപത്തിലൂടെ സൂക്ഷ്മമായിട്ടുള്ള ആ രൂപാന്തരം, അതായത് ആ വാമനമൂർത്തി അല്ലെങ്കിൽ ആ എന്താ പറയണ മഹാവിഷ്ണുവിന്റെ ചൈതന്യം, അതിങ്ങനെ നമുക്ക് ബിംബമായി കാണാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരമായിട്ട് അദ്ദേഹം വളർന്നു നിൽക്കുകയാണ്. അപ്പൊ ആ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹകല അല്ലെങ്കിൽ പൂർണ്ണമായ സജീവമായി നിൽക്കുന്ന അവസ്ഥാന്തരം വാമനമൂർത്തിക്ക് കാണാമല്ലോ. അത് കാണുമ്പോൾ അദ്ദേഹം ഒരുപാട് സന്തോഷത്തോടെ നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ 2 നേരമുള്ള നാമജപം നിർബന്ധമാക്കുക. ഈ രാവിലെയും വൈകുന്നേരവും അടിച്ചു വാരി തളിക്കുന്ന ഉൾപ്പെടെ തന്നെ നാമജപാദികൾ നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ ഓണത്തെ ഐശ്വര്യമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസരങ്ങൾ, മിറ്റമൊക്കെ ഉണ്ടെന്ന് ചെത്തി വൃത്തിയാക്കുക, വരുന്ന വഴികളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുക, കരിയില പോലത്തെ സാധനങ്ങളൊക്കെ മാറ്റുക, അവിടെ കിടക്കുന്ന വൃത്തികളൊക്കെ മാറ്റുക. നമുക്ക് ആ കയറി വരുന്ന വഴിയും നമ്മുടെ മിറ്റവും പരിസരവും പരമാവധി ശുദ്ധാക്കുക. പൂരാടം, ഉത്രാടം, തിരുവോണത്തിന്റെ രാവിലെ ഈ 3 ദിവസവും നിർബന്ധമായി വഴി ഉൾപ്പെടെ അടിച്ചു വാരി തളിച്ചിരിക്കണം. അതെന്താ കാര്യം, അടിച്ചു വാരി തളിക്കുമ്പോഴാണ് അതിനൊരു മഹനീയത വരണം. അങ്ങനെയൊക്കെ ചെയ്ത് ആ പരിസരം വളരെ കേമായി സൂക്ഷിക്കാം. വൃത്തികേടുകളൊക്കെ കത്തിച്ച് കളഞ്ഞ് എല്ലാ ഭാഗവും, പ്രത്യേകിച്ച് കിഴക്ക് വടക്ക് മൂല, പടിഞ്ഞാറ് തെക്ക് മൂലയൊക്കെ ശുദ്ധമാക്കി ഇടുക. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയണേ, ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനാ കാര്യങ്ങൾ കൂടുതൽ ചെയ്യും. കാരണം ഈ ഭഗവാൻ വാമനമൂർത്തിയുടെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഐശ്വര്യമാണ്, മനസ്സിലാവുന്നത്. ആ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാം, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാം, ശ്രീം നമ എന്നുള്ള നാമജപങ്ങൾ വെക്കാം. അതൊക്കെ ഈ 10 ദിവസം ചെയ്യാം. അപ്പൊ അങ്ങനെ ഏകദേശം ഈ പറയുന്ന 10 കാര്യങ്ങൾ ആണ് ഓണത്തെ പുണ്യമാക്കുന്നത്, ഓണത്തെ ഐശ്വര്യപ്രദമാക്കുന്നത്, ഓണം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ അനുഗ്രഹം നിൽക്കുന്നത്. ഇപ്പൊ സാധാരണ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 10,000, 25,000, 30,000 തുണിക്കടയിൽ കൊണ്ട് കൊടുക്കുന്നു, അത് പൊട്ടിക്കുന്നു, വസ്ത്രം എടുക്കുന്നു രാവിലെ. അത് മാത്രമല്ല, ഇതേ സന്തോഷം അടുത്ത വർഷവും നമ്മൾ ചെയ്യുമ്പോൾ, അടുത്ത വർഷവും ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ സാംസ്കാരികമായി നിൽക്കുന്ന കൂട്ടായ്മകൾ, നമ്മുടെ ആരോഗ്യപരമായി നിൽക്കുന്ന ജീവിതങ്ങൾ, സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗങ്ങൾ, ജീവിതാവസാനം എല്ലാ ദിവസവും ഓണത്തിന് തത്തുല്യമായ സന്തോഷം നിലനിൽക്കാനുള്ള ഐശ്വര്യം, അത് ഈശ്വരനിൽ നിന്ന് മാത്രമേ ലഭിക്കുള്ളൂ. നമ്മുടെ ആചാരങ്ങളെല്ലാം
ഈ ഏറ്റവും കൂടുതൽ സന്തോഷത്തെ നൽകുന്ന ഓണം നൽകുമ്പോഴും അത് വാമനമൂർത്തിയെ ആചരിക്കുന്നതിലൂടെയാണെന്നുള്ള ആ കൃത്യമായ ആ ഓർമ്മയിലൂടെ നമ്മൾ ഓണത്തെ ആചരിക്കുമ്പോഴാണ് പൂർണ്ണമായി നിൽക്കുന്ന സൗഭാഗ്യങ്ങളും സൽപ്പേരും നന്മയും ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിൽ നൽകുന്നത്. ആ ഐശ്വര്യത്തിലൂടെ എല്ലാ ദിനവും നമ്മൾക്ക് കിട്ടുന്ന ആ സന്തോഷത്തെ എല്ലാ ദിവസവും ഓണമായി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഓണം എന്ന് പറയുന്ന ഭക്ഷണം, സദ്യ കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ മാത്രമല്ല, ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ആത്മീയമായി ആചരണത്തിൽ അതിന് ശക്തമായ പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ ആഗമനാണ്. ആ ഭഗവാന്റെ ആഗമനത്തെ പുണ്യമായി കണക്കാക്കി പുണ്യമായ ഒരു വേദി ഒരുക്കുക, സ്ഥലം ഒരുക്കുക. അതാണ് ആ ഒരുക്കി അദ്ദേഹത്തെ ആഗമിച്ച് അദ്ദേഹത്തെ പൂജ കഴിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്ന ആ മഹത്തരമായ ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് ഓണത്തെ ആചാരപരമായും സംശുദ്ധമായും നോക്കാമെങ്കിൽ എന്നും ഇന്നും എന്നും ഓണമായിരിക്കും. അത്ര സന്തോഷമായിരിക്കും. നമസ്കാരം. ഗോവിന്ദൻ നമ്പൂതിരി.